ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നതിന് ശേഷം നീച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കുക. അപ്പോൾ ഇതാ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ തന്നെ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ അതുപോലെ ഉണ്ടാക്കി വെക്കും. കാരണം അത് വൈകുന്നേരം ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ പത്തിരി ആവുന്ന ദിവസം ഇതുപോലെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ പത്തിരി അങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ വറുത്ത് വന്നപ്പോൾ ഞാൻ ആ ഒരു ഗ്യാസ്മേൽ തന്നെ തരി കാച്ചാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. നമ്മളെന്തായാലും പത്തിരി ചുടുമ്പോൾ കുറച്ച് സമയം കിച്ചണിൽ നിൽക്കേണ്ടി വരുമല്ലോ. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയും തീരുമല്ലോ. അപ്പോൾ പത്തിരി ചുടുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ തരി കാച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്യാസുമ്മൽ ചിക്കൻ കറിക്കുള്ള പോട്ടും കൂടിയും വെച്ച് കൊടുത്തിട്ട് എണ്ണ വെച്ചിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ചിക്കൻ ക്രോക്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കനും കൂടിയും ഒന്ന് വേവിച്ച് വെക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ കറി ഇനിയിപ്പോൾ മസാല ഒക്കെ ഉണ്ടാക്കി ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് വെക്കും. പിന്നെ തേങ്ങ നല്ലോണം അരച്ചിട്ട് ചേർക്കൽ വൈകുന്നേരം ചെയ്യുള്ളൂ കേട്ടോ. തേങ്ങ ചേർത്തിട്ട് പിന്നെ ഉള്ളിയിട്ട് തൂമിക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ വെക്കും. ഇനിയിപ്പോൾ ക്രോക്കറ്റ്സിനുള്ള മസാലയും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അതിനിപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയും അതുപോലെ ഒരു ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് ചേർത്തിരിക്കുന്നത്, 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാനിവിടെ ഹാഫ് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനും ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ആ ഒരു ഫില്ലിങ് കൂടി അതിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആ സമയത്തിൻ്റെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കിച്ചണും മൊത്തത്തിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടു. ഇനിയിപ്പോൾ അത് ഷേപ്പ് ചെയ്തിട്ട് വൈകുന്നേരം ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കട്ട്ലേറ്റ് പോലെ അങ്ങനെ ഷേപ്പാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.